അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. നോമ്പൊക്കെ ഉടൻ വരെയായി. നമുക്കിന്നൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റാണ്. ചെറുതായി മുറിച്ച ഒരു ക്യാരറ്റ് നമ്മളത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേവിച്ച് എടുക്കണം. നന്നായിട്ട് വേവിച്ച് ഈ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല വേവും. വെന്തതിന് ശേഷം നമുക്ക് എന്താണെന്നുള്ളത് ചെയ്യാം. ഓക്കെ, നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതായത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് വേവിക്കണമെന്ന് വെച്ചാൽ ഇത് വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു കുത്തലങ്ങ് പോകും. പിന്നെ ഒരു പീസ് ചെറിയ 2 പീസാക്കിയുള്ള ഇഞ്ചി, കുറച്ച് മല്ലിയിലയുടെ തണ്ട്, ഒരു ഗ്ലാസ് വെള്ളം, പകുതി നാരങ്ങ ജ്യൂസ്. നമുക്ക് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം. നമ്മളിതിൽ പഞ്ചസാരയും ചേർക്കുന്നില്ല. ഹെൽത്തി ആയിട്ട് ചേർക്കുന്നത് നമ്മുടെ തേനാണ് കേട്ടോ. ക്യാരറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു സർവിങ് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് ഒരു ഗ്ലാസ് ഉണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ചിയ സീഡ് ചേർത്ത് കൊടുക്കാം. ചിയ സീഡ് ഏത് ജ്യൂസിനും നല്ലതാണ് കേട്ടോ. ഏത് ജ്യൂസിനും ചിയ സീഡ് നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് ഞാൻ മുഖ്യ ജ്യൂസുകൾക്കും ഈ ചിയ സീഡ് ചേർക്കാറുണ്ട്. അതിലേക്ക് പിന്നെ മധുരം നമ്മൾ ഉപയോഗിച്ചില്ലല്ലോ. മധുരത്തിന് പകരം കുറച്ച് തേൻ. ആവശ്യത്തിന് തേൻ ചേർത്തോളാം. പിന്നെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ക്യാരറ്റ് കൂടെ നമുക്കതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തിയാണ്. നോമ്പിനും അല്ലാതെയൊക്കെ ഉപയോഗിക്കാം. ഇത് കുടിച്ചിട്ട് നിങ്ങളിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ. അസ്സലാമു അലൈക്കും.